أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون. صدق الله مولانا العظيم. كل مسكر خمر وكل مسكر حرام. صدق رسول الله. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, നമുക്ക് മുന്നിൽ വലിയ ഭീഷണിയായി മാറിയിരിക്കുന്ന, വലിയ ദുരന്തമായി നിലനിൽക്കുന്ന ലഹരിയിൽ നിന്ന് നമ്മുടെ യുവതയെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള അവലോകനമാണ് ഏതാനും ആഴ്ചകളിലൂടെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ലഹരിയുടെ നീരാളിപ്പിടിയിൽ നിന്ന് നമ്മുടെ നാടിനെയും നാട്ടുകാരെയും രക്ഷപ്പെടുത്താനാകാതെ നട്ടം തിരിയുന്ന ഒരു സമൂഹത്തെയും അധികാരികളെയുമാണ് നമുക്ക് കാണാനാകുന്നത്. നിരന്തരം ബോധവൽക്കരണങ്ങൾ നടത്തിയിട്ടും അധികാരിവർഗം നിയമങ്ങൾ കർശനമാക്കിയിട്ടും ലഹരി വിപത്തിൽ നിന്ന് മാനവ മക്കളെ രക്ഷപ്പെടുത്താനാകാത്ത സാഹചര്യമാണ് കാണാനാകുന്നത്. ഇവിടെയാണ് അള്ളാഹുവിൻ്റെ ദർശനമായ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രസക്തി. ഏതേത് സമസ്യക്കും പൂരണം കാണിക്കുന്ന വിശുദ്ധ ദീൻ ഈ പ്രതിസന്ധിക്കും പരിഹാരം പറഞ്ഞു തരുന്നു. ലഹരി വിപത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെ പാത വെളിവാക്കി തരുന്നു, വ്യക്തമാക്കി തരുന്നു. എല്ലാ വൃത്തികേടുകളിൽ നിന്നും, എല്ലാ നാശനഷ്ടങ്ങളിൽ നിന്നും, എല്ലാ അപായങ്ങളിൽ നിന്നും മാനവ മക്കളെ മുക്തരാക്കിക്കൊണ്ട് ശാശ്വതമായ സന്തോഷവും സമാധാനവും നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ മാർഗങ്ങളുണ്ട്, വഴികളുണ്ട്, നിയമസംഹിതകളുണ്ട് എന്നതാണ് വസ്തുത. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞയാഴ്ച നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അള്ളാഹുവിൻ്റെ ദർശനമായ ദീനുൽ ഇസ്ലാം ലോകത്ത് സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കിയ ചരിത്രവും ആ നിരോധനത്തിൻ്റെ നാൾ വഴികളുടെ ചരിത്രവുമൊക്കെയാണ് നിങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചത്. ഖുർആനിൽ കൃത്യമായി കാണാം, 3 ഘട്ടങ്ങളിലൂടെയാണ് സമ്പൂർണ്ണ മദ്യനിരോധനം അള്ളാഹുവിൻ്റെ റസൂൽ ആ അറബ് ഭൂഖണ്ഡത്തിൽ നടപ്പിലാക്കിയത്. ആദ്യമായി ഈ വിഷയത്തിൽ വന്ന വിലക്ക്, മദ്യവുമായി ബന്ധപ്പെട്ട, ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആദ്യമായി ഖുർആൻ ടച്ച് ചെയ്യുന്നത്, ഖുർആൻ സംസാരിച്ചു തുടങ്ങുന്നത്, അത് നിങ്ങൾക്ക് നന്നല്ല, അത് നിങ്ങൾക്ക് ഉത്തമമല്ല, അത് നിങ്ങൾക്ക് നല്ലതല്ല. മദ്യത്തിനകത്ത് ചില ഗുണങ്ങൾ താൽക്കാലികമായി നിങ്ങൾക്ക് ലഭ്യമാണെങ്കിലും ക്ഷണികമായ നൈമിഷികമായ ചില കാര്യങ്ങൾ, കാര്യലാഭങ്ങൾ മദ്യത്തിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നു എങ്കിലും അതിൻ്റെ ഗുണത്തെ അതിജയിക്കുന്ന, കടത്തിവെട്ടുന്ന ദൂഷ്യങ്ങളും ദുരന്തങ്ങളും കുറ്റങ്ങളും അതിലുണ്ട്. അതുകൊണ്ടത് നല്ലതല്ല എന്ന ആദ്യത്തെ ഖുർആനീക പ്രഖ്യാപനം കേട്ട മഹാന്മാരായ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിലെ സൂക്ഷ്മാലുക്കളായ ഒരു ന്യൂനപക്ഷം ആ പ്രഖ്യാപനം കേൾക്കലോടുകൂടെ സ്വമേധയാ മദ്യപാനം നിർത്തിവെച്ചു. അത് നല്ലതല്ലെങ്കിൽ പിന്നെന്തിന് നമുക്ക്?
പക്ഷേ ഈ ചിന്തയോടുകൂടെ മദ്യപാനം നിർത്തിയ സ്വഹാബാക്കൾ ന്യൂനപക്ഷമായിരുന്നു. ഭൂരിഭാഗം സ്വഹാബാക്കളും മദ്യപാനം തുടരുകയാണ്. അപ്പോഴാണ് രണ്ടാമത്തെ ഘട്ടം നിരോധനം വരുന്നത്. അത് ഇങ്ങനെയാണ്. കഴിഞ്ഞയാഴ്ച നിങ്ങളുടെ ശ്രദ്ധയിൽ ആ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, നിങ്ങൾ ലഹരി ബാധിതരായ നിലയ്ക്ക്, നിങ്ങൾ മദ്യപിച്ച നിലക്ക് ആരാധനാലയങ്ങളിലേക്ക് വരരുത്. പ്രാർത്ഥനാവേളകളിൽ 5 നേരത്തെ നമസ്കാരത്തിൻ്റെ സമയങ്ങളിൽ ഒരിക്കലും നിങ്ങൾ ലഹരി ബാധിച്ചവരാകാൻ പാടില്ല. ഈ രണ്ടാമത്തെ പ്രഖ്യാപനം കേട്ടപ്പോൾ നിർബന്ധിതരായിട്ട് തന്നെ ഭൂരിഭാഗം സ്വഹാബാക്കളും മദ്യപാനം നിർത്തി. കാരണം 5 നേരത്തെ നിസ്കാരത്തിൻ്റെ സമയത്ത് ലഹരി ബാധിച്ച് മത്ത് ബാധിച്ച് നിലകൊള്ളാൻ പാടില്ലെന്ന പ്രഖ്യാപനം വന്നപ്പോൾ അവർക്കതിനു പറ്റിയ സമയം കിട്ടാതെ വന്നു. എങ്കിലും ഒരു ന്യൂനപക്ഷം സ്വഹാബികൾ ഇശാ നമസ്കാരം കഴിഞ്ഞ് അത്താഴമെല്ലാം കഴിച്ചതിനു ശേഷം മദ്യപിക്കുന്ന പതിവ് ഒരു ന്യൂനപക്ഷം സ്വഹാബത്ത് തുടരുകയാണ്. ആ സന്ദർഭത്തിലാണ് അവസാനത്തെ പ്രഖ്യാപനം, സമ്പൂർണ്ണ മദ്യനിരോധനത്തിൻ്റെ കാഹളം, പരിശുദ്ധ ഖുർആനിൻ്റെ വചനം, അതരുത്, സമ്പൂർണമായി നിങ്ങൾ അവസാനിപ്പിക്കുക എന്ന 3-ാമത്തെ ഘട്ടത്തിലെ പ്രഖ്യാപനം വരുന്നത് ആ സന്ദർഭത്തിലാണ്. അത് കേൾക്കേണ്ട താമസം ഒരു വൈമനസ്യവുമില്ല, ഒരു മനക്ലേശവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത വിധത്തിൽ സന്തോഷത്തോടുകൂടെ ആവേശത്തോടുകൂടെ മഹാന്മാരായ സ്വഹാബത്ത് ആ വിലക്ക് കേൾക്കുകയും അനുസരിക്കുകയും മദ്യത്തിൽ നിന്ന് സമ്പൂർണമായി രാജിയാവുകയും ചെയ്തു. ഇന്നിപ്പോൾ ഒരാളെ മദ്യമുക്തി നൽകാൻ വേണ്ടി ഉപദേശം ഫലിക്കാതെ വരുമ്പോൾ, പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും ചെവിക്കൊള്ളാതെ വരുമ്പോൾ, നിരന്തരം ഉപദേശിച്ച് ഇനി വീട്ടിൽ പൂട്ടിയിട്ടിട്ടും നന്നാകാതെ വരുമ്പോൾ അതിന് സ്പെഷ്യലായി ചികിത്സിക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? പെരുമ്പാവൂരൊരു വണ്ടി ഉണ്ടെന്ന് നോക്കാൻ പോവാ, എന്നാ പോയേക്കാം, നടുവിലിരുത്തുക, 2 സൈഡിലും നല്ല കുണ്ടന്മാർ ആരോഗ്യമുള്ള, എന്നിട്ട് റൂട്ട് തെറ്റിപ്പത് എങ്ങട്ടാ, ഇത് വേറെ സ്ഥലത്തേക്ക്, അപ്പോൾ വണ്ടിയിൽ നിന്ന് ചാടാൻ നോക്കുകയാണ്. എന്നിട്ട് അവിടെ ചെല്ലുമ്പോഴോ അവിടത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ കയ്യും കാലും കെട്ടിയിട്ട് കൊണ്ടുപോയിട്ടാണ് ചികിത്സിക്കുന്നത്. എന്നിട്ടോ 2-3 മാസം ലക്ഷങ്ങൾ തുലച്ചിട്ട് നിർത്തിയിട്ട് പുറത്ത് വന്നാൽ പഴയപടി. ഇതാണ് അവസ്ഥ. ഇസ്ലാമിൻ്റെ ഈ രീതിശാസ്ത്രം മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടപ്പിലാക്കിയ മദ്യനിരോധനത്തിൻ്റെ ശാസ്ത്രീയമായ പ്രായോഗികമായ തിയറി, അതിൻ്റെ പ്രാക്ടിക്കൽ സ്വഹാബത്ത് സമ്പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ച് അവർ അതിൽ നിന്ന് വിരമിക്കുകയാണ് ഉണ്ടായത്. ആ റൂട്ടിലൂടെ മാത്രമേ സമൂഹത്തെ സമുദ്ധരിക്കാനും പരിവർത്തിപ്പിക്കാനും സാധിക്കുകയുള്ളൂ എന്നതാണ് പരമാർത്ഥം. ഏതാണ് ഈ ആയത്ത്? സമ്പൂർണ്ണ മദ്യനിരോധനം പ്രഖ്യാപിച്ചു വന്ന ഖുർആനിലെ വചനമേതാ? സൂറത്ത് മാഇദയുടെ 90-91 വചനങ്ങൾ. ഇതൊന്ന് പഠിച്ചാൽ മതി, മനസ്സിരുത്തി നമ്മളൊന്ന് പഠിച്ചാൽ മതി. മദ്യപാനികളായ മക്കളുള്ളവർ, അനിയന്മാരുള്ളവർ, റിലേഷനിലുള്ള ആളുകൾക്ക് നിഷ്പക്ഷമായ മനസ്സിലേക്ക്, ശാന്തമായ മനസ്സിലേക്ക് അള്ളാഹുവിൻ്റെ ഈ സൂക്തം, ഈ വചനം ഒന്ന് ഓതി വിശദീകരിച്ചു കൊടുത്താൽ മതി. ഇതിലൊരു ഇലാഹിയായ പവറുണ്ട്, മെഡിസിൻ്റെ പവറല്ല, റബ്ബാനിയായ ഒരു ശക്തി ഈ ആയത്തിലുണ്ട്. പക്ഷെ അത് ശാന്തമായ മനസ്സിലേക്ക് പകർന്നു കൊടുക്കണം. അതിനു മുമ്പ് അള്ളാനെ പരിചയപ്പെടുത്തി കൊടുക്കണം. എങ്കിൽ ഉറപ്പ് മോചനം. അള്ളാഹു ഒറ്റടിക്ക് നിങ്ങൾ കള്ള് ഹറാമാണ്, ഇനി ആ വഴിക്ക് പോകരുതെന്ന് പറഞ്ഞ് നിർത്തല്ലേ ചെയ്തത്. അതിൻ്റെ കാര്യകാരണ സഹിതം അത് നിങ്ങൾക്ക് നല്ലതല്ല, അത് വിജയത്തിന് തടസ്സമാണ്, അത് നിങ്ങളെ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിയിടും, അത് നിങ്ങൾക്ക് നാശം വിതക്കും, അത് നിങ്ങൾക്ക് അപകടമാണ്, അപായമാണ്, നഷ്ടക്കച്ചവടമാണ്. കാര്യകാരണ സഹിതം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്. ഏതാണ് ആ ആയത്ത്? മാഇദയുടെ 90-91 ആയത്ത് ഏതാണ്? യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ
അൻസ്വാബു വൽ അസ്ലാം റിജ്സും മിൻ അമലിശ് ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. മാഇദ 90. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, അല്ലാഹുവിൽ വിശ്വസിച്ചവരെ, മരിച്ചുപോയിട്ട് ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ. അല്ലാഹു വിളിക്കുകയാണ്, മുഅ്മിനീങ്ങളെ വിളിക്കണത്. കപടന്മാരെ വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു കൂടി നിർത്തൂല. മുശ്രിക്കുകളെ വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ കൂടി നിർത്തൂല. കാഫിറുകളെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, കൂടി നിർത്തൂല. അല്ലാഹു പ്രായോഗികമായതേ പറയൂ. യാ അയ്യുഹല്ലദീന ആമനു, ഏക ഇലാഹായ അല്ലാഹുവിലും മരണാനന്തര ജീവിതത്തിലും വിശ്വാസം ഉൾക്കൊണ്ട മുഅ്മിനീങ്ങളെ കേട്ടോളൂ. ഇന്നമൽ ഖംറു, തീർച്ചയായിട്ടും മദ്യം, ഉറപ്പായിട്ടും മദ്യം. വൽ മൈസിറു, ചൂതാട്ടം. ലോട്ടറി മാത്രല്ല, വിവിധങ്ങളായ ഓൺലൈൻ ഗെയിമുകൾ, പല കുടുംബങ്ങളെയും കുത്തുപാളയെടുപ്പിച്ച ഗെയിമുകൾ. കൗമാരപ്രായക്കാരായ കുട്ടികൾ വാപ്പച്ചിയുടെ അക്കൗണ്ടിലുള്ള പണം വാപ്പച്ചി പോലും അറിയാതെ തട്ടിയെടുത്ത സംഭവം. മൂവാറ്റുപുഴയിൽ തന്നെ പല യുവാക്കളും കുട്ടികളും ഈ കളിക്കടിമപ്പെട്ടുകൊണ്ട് ലക്ഷങ്ങൾ തുലച്ച സംഭവമുണ്ട്. അതൊരു വലിയ വിഷയമാണ്. ഒരു വെള്ളിയാഴ്ചത്തെ വിഷയമായി പറയാൻ മാത്രമുണ്ട്. ഞാൻ അങ്ങോട്ട് ഇപ്പൊ പോകുന്നില്ല. വൽ മൈസിറു, ചൂതാട്ടം. തീർച്ചയായിട്ടും മദ്യം, തീർച്ചയായിട്ടും ചൂതാട്ടം. വൽ അൻസ്വാബു, വിഗ്രഹങ്ങൾ, പ്രതിഷ്ഠകൾ. ഏതിന്റെ കൂടെയാണ് ഈ എണ്ണുന്നത് നോക്കണം നിങ്ങൾ. പ്രതിഷ്ഠകൾ, വിഗ്രഹങ്ങൾ. വൽ അസ്ലാമു, ശകുനവും ദുശകുനവും നോക്കാൻ വേണ്ടി അമ്പുപയോഗിച്ചുകൊണ്ട് പ്രശ്നം വെക്കൽ. വിഗ്രഹങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ഞാനൊരു വഴിക്ക് പോകണോ പോകണ്ടേ, ഒരു അമ്പുണ്ടാവും, എന്നിട്ട് തിരിക്കണ സാധനവും യെസ് നോ നഅം ലാ അവരെഴുതി വെച്ചിട്ടുണ്ടാകും. ഏതു ബിന്ദുവിലാണ് അമ്പിൽ വന്നിട്ട് നിൽക്കുന്നത് അതുപോലെ ചെയ്യും. ഇങ്ങനെ പ്രശ്നം വെക്കുക. ഈ ഏർപ്പാടുകളൊക്കെ ഉറപ്പായിട്ടും കള്ളാവട്ടെ, ചൂതാട്ടമാകട്ടെ, പ്രതിഷ്ഠകളാകട്ടെ, പ്രശ്നം വെക്കലാകട്ടെ, റിജ്സും മിൻ അമലി ശൈത്വാൻ, പിശാചിന്റെ കുതന്ത്രങ്ങളിൽപ്പെട്ട മാലിന്യമാണ്. എന്താണ് അല്ലാഹ് പറയുന്നത് നോക്കണം. പൈശാചിക കുതന്ത്രത്തിന്റെ മലിനമാണ്. ചെകുത്താന്റെ വൃത്തികെട്ട കെണിവലകളാണ്. അതുകൊണ്ട് ഫജ്തനിബൂഹു, നിങ്ങൾ ഈ വേലകളൊക്കെ അവസാനിപ്പിച്ചോളൂ, നിർത്തിക്കോളൂ. കള്ളുകുടി നിർത്തിക്കോളൂ, ചൂതാട്ടം നിർത്തിക്കോളൂ, പ്രതിഷ്ഠകളെ ഒഴിവാക്കിക്കോളൂ, പ്രശ്നം വെക്കൽ മാറ്റിവെച്ചോളൂ. ഫജ്തനിബൂഹു, നിങ്ങൾ അത്തരം മേഖലകളിൽ നിന്ന് സമ്പൂർണമായി രാജിയായി കൊള്ളുക, അവസാനിപ്പിച്ചു കൊള്ളുക. ലഅല്ലകും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾ വിജയികളായേക്കാം. നിങ്ങൾക്ക് വിജയിക്കണോ? വ്യക്തി ജീവിതത്തിൽ വിജയിക്കണോ? കുടുംബ ജീവിതത്തിൽ വിജയിക്കണോ? കച്ചവടത്തിൽ വിജയിക്കണോ? തൊഴിലിൽ വിജയിക്കണോ? സമൂഹത്തിൽ വിജയിക്കണോ? രാജ്യത്ത് വിജയിക്കണോ? കള്ള് നിങ്ങൾ ഒഴിവാക്കിയേ പറ്റൂ, ചൂതാട്ടം നിങ്ങൾ ഒഴിവാക്കിയേ പറ്റൂ. ഇല്ല എങ്കിൽ മദ്യപാനത്തിലൂടെ നിങ്ങളുടെ വ്യക്തി ജീവിതം തകരും, കുടുംബം തകരും, കച്ചവടം തകരും, തൊഴിൽ തകരും, രാജ്യത്ത് നിങ്ങൾക്ക് നിലനിൽപ്പില്ലാത്ത അവസ്ഥ വരും, വിജയം നഷ്ടപ്പെട്ട് നിങ്ങൾ പരാജിതരായി തീരും. ഈ വിശുദ്ധമായ ആയത്തിൽ അല്ലാഹു 4 കാര്യങ്ങളാ പറഞ്ഞത്. 4 പൈശാചിക കുതന്ത്രം, പിശാചിന്റെ മലിനം, പിശാചിന്റെ മൂത്രമായി പറഞ്ഞെന്ന 4 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമതായി അല്ലാഹു എണ്ണിയത് ഇന്നമൽ ഖംറു, തീർച്ചയായിട്ടും മദ്യം എന്നാണ്. ഇത് മദ്യം എന്ന് പറയുമ്പോൾ റസൂലുള്ളാന്റെ കാലത്തുള്ള കള്ളല്ലേ, ഇന്നുള്ള കള്ളല്ലല്ലോ എന്നും വിചാരിക്കണ്ട. ഖുർആൻ പറഞ്ഞ ഈ ഖംറ് എല്ലാ ലഹരി പദാർത്ഥങ്ങളെയും ഉൾക്കൊള്ളിക്കുന്ന ഒരു ശബ്ദമാണ് ഖുർആൻ പറഞ്ഞ ഖംറ്. അന്നിപ്പോൾ കള്ളുണ്ടാക്കുന്നത് മുന്തിരി, ഗോതമ്പ്, യവം, ഈത്തപ്പഴം, തേന് എന്നിവ ഉപയോഗിച്ചായിരുന്നു അന്ന് മദ്യമുണ്ടാക്കിയിരുന്നത്. അന്നത്തെ കള്ളതായിരുന്നു. എന്നാൽ ഇന്ന് ജൈവരാസവസ്തുക്കൾ ഉപയോഗിച്ച് ലഹരി പദാർത്ഥങ്ങൾ, വസ്തുക്കൾ നിർമ്മിച്ചെടുക്കുന്നു.
അതുപോലെ തന്നെ അത് പൊടിയാകട്ടെ, ചെടിയാകട്ടെ, എന്താകട്ടെ, അതെല്ലാം ഈ മദ്യത്തിന്റെ പരിധിയിൽ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചത് സ്വഹീഹ് മുസ്ലിമിൽ കാണാം. കുല്ലു മുസ്കിരിൻ ഖംറുൻ, എല്ലാ തലക്ക് പിടിപ്പിക്കുന്നതും എല്ലാ മത്തുണ്ടാക്കുന്നതും എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും ഖംറുൻ, അല്ലാഹു ഖുർആനിൽ പറഞ്ഞ ഖംറിന്റെ പരിധിയിൽ വരും. വകുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഹറാമാണ്, അത് ചെടിയാണെങ്കിലും പൊടിയാണെങ്കിലും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വെള്ളിയാഴ്ച മിമ്പറിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വിശദീകരിക്കുകയാണ്. കാരണം എന്താ, കാലം മുന്നോട്ട് പോകുമ്പോൾ പുതുപുത്തൻ ബ്രാൻഡുകൾ വരും, പുതുപുത്തൻ സാധനങ്ങൾ വരും. അപ്പൊ ഇത് ഹലാലോ ഇത് ഹറാമോ, സ്വാഭാവികമായിട്ട് സംശയം വരുമല്ലോ. മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ മിമ്പറിൽ കയറി എന്താണ് ഖംറെന്ന് വിശദീകരിച്ചത് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാ. അൽ ഖംറു, അല്ലാഹു വിലക്കിയ ഖംർ എന്ന് പറഞ്ഞാൽ മുന്തിരിക്കള്ള് മാത്രമല്ല, ഈത്തപ്പഴം വാറ്റിയ കള്ള് മാത്രമല്ല. അൽ ഖംറു, അല്ലാഹു ഖുർആനിൽ പറഞ്ഞ ഖംർ, മാ ഖാമറൽ അഖ്ല, ബുദ്ധിയെ മൂടി വെക്കുന്ന, ബുദ്ധിയെ മറച്ചു വെക്കുന്ന, ബുദ്ധിയെ ബാധിക്കുന്ന ലഹരിയുള്ള വസ്തു ഏതാകട്ടെ, അത് ദ്രവരൂപത്തിലുള്ളതാണെങ്കിലും ഖരരൂപത്തിലുള്ളതാണെങ്കിലും അത് ജൈവ വസ്തുവാണെങ്കിലും രാസവസ്തുവാണെങ്കിലും, അൽ ഖംറു മാ ഖാമറൽ അഖ്ല, ബുദ്ധിയെ ബാധിക്കുന്ന സാധനം, അതൊക്കെ ഈ പരിധിയിൽ വരും എന്ന് വിശദീകരിക്കുകയാണ്. കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊരു പൊതു തത്വം പറഞ്ഞു. അതെന്താ പൊതു തത്വം? ഇതെല്ലാവരും പഠിക്കണം കേട്ടോ. അതെന്താ? ഈ കള്ളിൽ നിന്ന് അതുപോലെ ലഹരി വസ്തുക്കളിൽ നിന്ന് അല്പം പോലും ഉപയോഗിക്കാൻ പാടില്ല. വമാ അസ്കറ കസീറുഹു ഫഖലീലുഹു ഹറാം, മുത്തുനബിയുടെ പ്രഖ്യാപനം. മാ അസ്കറ കസീറുഹു, കൂടുതൽ ഉപയോഗിച്ചാൽ ലഹരി കിട്ടുന്ന വസ്തുക്കൾ. കുറച്ചൊന്നും കഴിച്ചാൽ ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കൂടുതൽ കഴിച്ചാൽ ലഹരി കിട്ടുന്നത് ഫഖലീലുഹു ഹറാം, അതിൻ്റെ ഇച്ചിരിയും ഹറാമാണ്. ഇതെന്താ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കാൻ കാരണം? ഇവിടെ നാട്ടില് ഒരു ധാരണ ഉണ്ട് പലർക്കും, ഇച്ചിരി കഴിക്കണത് നല്ലതാ, ഇച്ചിരി തലക്ക് പിടിക്കണത് അത് പാടില്ല, അത് പാടില്ല. കുറച്ച് റമ്മിനൊക്കെ ഒരു ദുർവ്യാഖ്യാനം കള്ളുടിയന്മാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. റമ്മിന് റെഗുലർ യൂസേജ് മെഡിസിൻ. എന്താ, നിത്യം ഒരു 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 പെഗ് വേണ്ട, ഒരു അരപ്പെഗ് നിത്യം കഴിച്ചാൽ അത് ദേഹത്തിന് നല്ലതാ, ദഹന പ്രക്രിയക്ക് ഓക്കെ ആവും. റെഗുലർ യൂസേജ് മെഡിസിൻ. ഓ, എന്ത് നല്ല വ്യാഖ്യാനം! ഇത് അബദ്ധമാണ്. അള്ളാഹുവിന്റെ റസൂല് 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു, ഒത്തിരി കുടിച്ചാൽ, ഒത്തിരി സേവിച്ചാൽ ലഹരി ബാധിക്കുന്ന ഇത്തിരിയും ഹറാം. ഒരു ഒപ്പുമില്ല. ആധുനിക വൈദ്യശാസ്ത്രം തുറന്നു പറയുന്നു, ഇച്ചിരി മദ്യവും അപകടകരമാണ്. വർഷങ്ങൾക്ക് മുമ്പ് UK-യിൽ നടന്ന ഗവേഷണത്തിന്റെ ഫലം ഇന്നും നെറ്റിൽ ലഭ്യമാണ്. UK-യിൽ ഒരു റിസർച്ച് നടന്നു. കുറച്ച് മദ്യം ശരീരത്തിന് ഹാനിയോ അതോ നല്ലതോ? അതിന്റെ ഗവേഷണ റിപ്പോർട്ടിൽ എന്താണ്? മെഡിക്കൽ സയൻസിന്റെ ആളുകൾ എന്താണ് പറഞ്ഞത്? മദ്യം അല്പമാണെങ്കിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പ്രതിദിനം ഒരു പെഗ് മദ്യം മാത്രം അകത്താക്കുന്നവരിൽ തന്നെ മസ്തിഷ്ക വ്യതിയാനം, തലച്ചോറിന്റെ പ്രവർത്തനത്തെ സാരമായി കേടുവരുത്തുമെന്ന് UK-യിൽ നടന്ന റിസർച്ചിന്റെ ഫലം റിപ്പോർട്ട് നെറ്റിൽ ലഭ്യമാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ മറ്റൊരു പരീക്ഷണം നടന്നു, ഗവേഷണം. അതിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞ എന്താ? നിത്യം അല്പമാണെങ്കിലും മദ്യപിക്കുന്ന ആളുകളുടെ ബുദ്ധി കാലക്രമേണ തകരാറാകുമെന്നാണ് വൈദ്യശാസ്ത്ര നിപുണന്മാർ, വിശഗ്വരന്മാർ ആ റിസർച്ചിലൂടെ കണ്ടെത്തി ലോകത്തിന് പറഞ്ഞു തന്നത്. മാത്രല്ല മുഅ്മിനീങ്ങളെ, ഇച്ചിരി എന്ന് പറഞ്ഞ സംഭവം നടക്കൂല. ഇപ്പൊ ക്രിസ്ത്യാനിറ്റിയുടെ, ക്രൈസ്തവ ലോകത്തിന്റെ മദ്യനയം എന്താ? ഇസ്ലാമിന് ഭിന്നമായൊരു നയമാണ് ക്രിസ്ത്യാനിറ്റിക്ക് ഈ കാര്യത്തിലുള്ളത്. ചർച്ചിന്റെ ആളുകൾക്ക് വ്യത്യസ്ത വീക്ഷണമാണ്. ഒരു വിഭാഗം പറയുന്നത് മദ്യം നമ്മൾ പറയും പോലെ തന്നെ പറയുന്നവരുണ്ട്. പക്ഷേ ക്രിസ്ത്യാനിറ്റിയിലെ ഒരു ഭൂരിപക്ഷം വിഭാഗം പറയുന്നത് അല്പം മദ്യം നല്ലതാണ്. കാരണം ബൈബിള് പറഞ്ഞിട്ടുണ്ട് ഇച്ചിരി മദ്യം കഴിക്കുന്നത് ആമാശയത്തിന് ഗുണം ചെയ്യും എന്ന്. ഈ ന്യായം പറഞ്ഞ് ഇച്ചിരി മദ്യം അനുവദിക്കുകയും
നിയമത്തിന്റെ പഴുതുവെച്ചത് പ്രചരണം നടത്തുകയും ചെയ്ത ക്രൈസ്തവ സഭകൾ മേലധ്യക്ഷന്മാർ പെട്ടുപോവുകയും അമ്പേ പരാജയപ്പെടുകയും കാലം മുന്നോട്ട് നീങ്ങിയപ്പോൾ അബദ്ധം മനസ്സിലാക്കിയ അധ്യക്ഷന്മാർ, മതമേലാളന്മാർ കാര്യം തുറന്നു പറയാൻ മുന്നോട്ട് വരികയും ചെയ്തു. ബ്രസീൽ, അർജന്റീന, ചിലി, മെക്സിക്കോ അടക്കമുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ 10,000-കണക്കിന് യുവാക്കൾ ഒത്തുകൂടിയ സമ്മേളനത്തിൽ വത്തിക്കാനിന്റെ അധ്യക്ഷൻ, ക്രൈസ്തവ ലോകത്തിന്റെ പ്രഥമ പിതാവ് മാർപ്പാപ്പ പ്രസംഗിച്ചു. 10,000-കണക്കിന് ലാറ്റിൻ അമേരിക്കൻ യുവാക്കൾ അണിനിരത്തിയിട്ട് പ്രസംഗിച്ചു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എന്ത്? യുവ സുഹൃത്തുക്കളെ, നിങ്ങൾ സമരത്തിനിറങ്ങുന്നത് മദ്യത്തിനെതിരെയായിരിക്കണം, മയക്കുമരുന്നിനെതിരെയായിരിക്കണം, അഴിമതിക്കെതിരെയായിരിക്കണം, അക്രമത്തിനെതിരെയായിരിക്കണം. ആദ്യമായി മാർപ്പാപ്പ പറഞ്ഞത് മദ്യത്തിന്റെ കാര്യമാണ്. കാരണം എന്താ? ഇച്ചിരി അനുവദിച്ചപ്പോ പിടിച്ചിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇച്ചിരിയിൽ ഒതുങ്ങൂല ഈ സാധനം. അവിടുന്നാണ് അതിന്റെ അടിമത്വത്തിലേക്ക് പോവുക. ഇസ്ലാമിന് ഇതിനൊരൊറ്റ കാഴ്ചപ്പാട് മാത്രമേ ഉള്ളൂ. ഇച്ചിരിയില്ല, ഒത്തിരിയില്ല. വിജയം വേണോ, മനസ്സമാധാനം വേണോ, സാമ്പത്തിക ഭദ്രത വേണോ, വ്യക്തിത്വം വേണോ, അഭിമാനം വേണോ, മാനം വേണോ, വിജയം വേണോ? ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. അത് വർജിച്ചേ മതിയാകൂ, അത് മാറ്റിവെച്ചേ മതിയാകൂ. അപ്പോൾ മാത്രമാണ് വിജയം കിട്ടുക. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വീണ്ടും നമ്മുടെ യുവാക്കൾക്കിടയിൽ തന്നെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അതെന്താ? 15% അല്ലെങ്കിൽ 20% മാത്രം ആൽക്കഹോളുള്ള ബിയർ അത് വലിയൊരു കുഴപ്പമൊന്നുമില്ല. ഈ ഉഷ്ണകാലത്തൊക്കെ മൂത്രമൊക്കെ പോകാൻ നല്ലതാ. എന്താ മസാല? എന്നിട്ട് ബിയർ കഴിക്കുക. അത് മദ്യം അല്ലാന്നാ ധാരണ. എന്നോട് തന്നെ ചില സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദെ ജീവിതത്തിൽ ആ സാധനം ഞാനുണ്ടല്ലോ എൻ്റെ കൈയോണ്ട് തൊട്ടിട്ടില്ല, അള്ളാ തൗഫീഖ് ചെയ്ത് മദ്യപിച്ചിട്ടേ ഇല്ല, പിന്നെ വല്ലപ്പോഴും ഇച്ചിരി ബിയർ ചാൻസ് കിട്ടിയാൽ കുടിക്കും. ഈ സാധുവിൻ്റെ വിചാരം ബിയർ മദ്യമല്ല. അങ്ങനെ ധാരണ ഉണ്ട് പലർക്കും. എന്നോട് പറഞ്ഞതാണ്, ഞാൻ മദ്യപിച്ചിട്ടേ ഇല്ല, ഞാൻ കൂടെ ഇരുന്നിട്ടുണ്ട്, ആ കമ്പനിയിൽ പോയിരുന്നിട്ട്. അപ്പോൾ ആ കമ്പനി പോയിരിക്കുമ്പോൾ ഇയാൾ എന്ത് ചെയ്യും? ഞാൻ ബിയർ മാത്രം കുടിക്കും. ഓ, അതെന്താ ശുദ്ധമായ പാലാ? എന്താ ബിയറിന്റെ വിധി? ഇതൊക്കെ റസൂലുള്ളാഹി പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നും പറയാൻ ബാക്കി വെച്ചിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറയാതെ പോയിട്ടില്ല. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ അതാ ദൈലമുൽ ഹുമൈരി റളിയല്ലാഹു അൻ, മഹാനായ സ്വഹാബി വര്യൻ അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് ചോദിക്കാണ്, യാ റസൂലല്ലാഹ്, ഒരു ഫത്വ ചോദിക്കാൻ വന്നതാണ്. ഇന്നാ ബി അർലിൻ ബാരിദ്, ഞാൻ വരുന്നത് ധ്രുവപ്രദേശത്തോടടുത്തുള്ള നാട്ടിൽ നിന്നാണ്. റഷ്യ പോലത്തെ അവിടെയൊക്കെ സ്വഹാബത്തുണ്ടല്ലോ. ധ്രുവത്തോടടുത്ത മേഖലകളിൽ ശൈത്യം കൂടുതലാ, കൊടും തണുപ്പ്, ഹിമക്കട്ടകളുള്ള നാടാണ്. ഇന്നാ ബി അർലിൻ ബാരിദിൻ, കഠിനമായ തണുപ്പുള്ള നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് റസൂലേ. ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകൾ, ഭൂരിഭാഗം ആളുകളും കൂലിത്തൊഴിലാളികളാണ്, കഠിനാധ്വാനികളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ നാട്ടുകാര് ഗോതമ്പ് വാറ്റിയിട്ടൊരു പ്രത്യേക പാനീയം ഉൽപ്പാദിപ്പിക്കാറുണ്ട്. എന്തിനാണ് ഈ പാനീയം? ഞങ്ങളുടെ തൊഴിലിൽ ഞങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടി, ഞങ്ങളുടെ നാടിന്റെ കഠിനമായ തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടി, ഒരു ഉത്തേജനം കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഗോതമ്പ് വാറ്റിയിട്ടൊരു പാനീയം ഉണ്ടാക്കാറുണ്ട്. അത് കുടിച്ച് പണിക്കിറങ്ങിയാൽ പണിക്ക് നല്ല ആവേശം, സൈഡാവൊന്നുമില്ല, നല്ല എനർജറ്റിക്കാണ് സാധനം, തണുപ്പിന്റെ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇത് ബിയറാണേ. അന്നിപ്പോ ബിയർ എന്ന് പേരൊന്നുമില്ല. ആള് സൈഡാകൂല, നല്ല ആരോഗ്യ ഉത്തേജനമൊക്കെ കിട്ടും, തണുപ്പൊരു പ്രശ്നമാകൂല. ഞങ്ങൾ ഒരു വിളംബരം കേട്ടു, ഒരു വിലക്ക് കേട്ടു, അള്ളാഹുവിന്റെ ഖുർആനിലൊരു പ്രഖ്യാപനം കേട്ടു, മദ്യം സമ്പൂർണമായി ഒഴിവാക്കണമെന്ന ഒരു പ്രഖ്യാപനം. ഞങ്ങൾ ഈ കുടിക്കുന്നതിൽ കുഴപ്പമുണ്ടോ? ബിയർ കുടിക്കുന്നതിൽ കുഴപ്പമുണ്ടോ? ഞങ്ങൾക്ക് ആവശ്യമുള്ള സംഗതിയാണ്. അള്ളാഹിന്റെ റസൂല് ചോദിച്ചു, ഹൽ യുസ്കിറു, അതിന് ലഹരി ഉണ്ടോയെന്ന് ചോദിച്ചു. സംഗതിയൊക്കെ ശരി, അതിന് ലഹരി ഉണ്ടോയെന്ന് ചോദിച്ചു. ഖാല നഅം യാ റസൂൽ, അതുണ്ട്, ഉള്ളതുകൊണ്ടാണല്ലോ തണുപ്പറിയാതെ പോകുന്നത്, അത് ഉള്ളതുകൊണ്ടാണല്ലോ കൂലിത്തൊഴിൽ ചെയ്യുമ്പോൾ ക്ഷീണം വരാതെ, ക്ഷീണം അനുഭവപ്പെടാതെ, ഉണ്ട്, അതുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ഫജ്തനിബൂഹു, വിജയം വേണോ അത് ഒഴിവാക്കിക്കോ. ഈ സ്വഹാബി പറഞ്ഞു, ദൈലമുൽ ഹുമൈരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഈ വിലക്ക് കേൾക്കാനല്ല ഞാൻ വന്നത്,
ഞങ്ങളെ നാട്ടുകാർക്ക് ഒരു സ്പെഷ്യൽ ഒരു ഇളവ് ഈ കാര്യത്തിൽ. കാരണം എന്താ അറിയോ, ഇപ്പൊ തങ്ങളെ വാക്ക് കേട്ട് ഞാൻ ബിയർ കൂടി നിർത്താം, കുഴപ്പമില്ല. എന്റെ നാട്ടുകാർ ഇത് ഒഴിവാക്കൂല, അവരിത് കുടിക്കും. കാരണം അവിടുത്തെ ഭൂപ്രദേശം അതാണ്, സാഹചര്യം അതാണ്. അതുകൊണ്ടൊരു ഇളവ് ചോദിച്ചാണ് തങ്ങളെ ഞാൻ വന്നത്. അങ്ങ് സമ്പൂർണമായി ഇതുകൂടെ വിലക്കിയാൽ ബുദ്ധിമുട്ടാണ്, ജനങ്ങൾ അംഗീകരിക്കില്ല നബിയെ എന്നീ സ്വഹാബി പറഞ്ഞപ്പോ മുത്ത് നബി പറഞ്ഞ മറുപടി എന്താ? ഫഇല്ലം യതുറുകൂഹു ഫഖാതിലുഹും. ആഹാ, അവര് ബിയർ കൂടി നിർത്താൻ തയ്യാറാകുന്നില്ലെങ്കിൽ വാളെടുത്ത് ഇറങ്ങിക്കോ, യുദ്ധം ചെയ്യണം അതിനു വേണ്ടി. ബിയർ കുടിക്കുന്നവന്റെ തല വെട്ടേണ്ടി വന്നാൽ വെട്ടണമെന്നതാണ് ഇസ്ലാമിക ശരീഅത്തിലെ നിയമം. ഹറാം, ഒരു പഴുതുമില്ല, ഒരു രക്ഷയില്ല, ഇതിന് മാറിയിട്ടേ മതിയാകൂ. റസൂലുള്ളാഹി തങ്ങൾ എത്ര വിശദീകരിച്ചിട്ടുണ്ട്. 20 റാത്തൽ കുടിച്ചാൽ മാത്രം കിക്കാകുന്ന പാനീയം, ലിറ്റർ കണക്കിന് കുടിച്ചാലേ തലക്ക് പിടിക്കുള്ളൂ. ഹറാം റസൂലുള്ളാഹി പറയാം. ആ 1-2 ലിറ്റർ കുടിച്ചാൽ മാത്രം ലഹരി ബാധിക്കുന്നതിൽ നിന്ന് ഒരു കൈക്കുമ്പിൾ കുടിക്കൽ ഹറാം. പിന്നെ ഇതിൽ വേറൊരു രീതി എന്താ? പേര് മാറ്റുക. ഇതിന് പല പേരാണ്. അപ്പൊ ബ്രാൻഡഡ് നെയിം മദ്യക്കുപ്പികളിൽ പല പേരും ഉണ്ടാവും. നാട്ടിൽ ചില വട്ടപ്പേരുകളുണ്ട്. പണ്ട് മുഴുകുടിയനായൊരു സുഹൃത്ത് അതിൽ നിന്ന് തൗബ ചെയ്ത് മാറിയിട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പണ്ട് നല്ല കുടിയായിരുന്നു. അതൊക്കെ നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു, നാട്ടിൽ പല വട്ടപ്പേരുണ്ട് ഇതിന്. എന്താ ചോദിച്ചു. 1 പടയപ്പ, 2 ആനമയക്കി, 3 മണവാട്ടി, 4 റോഡ് ബ്ലോക്ക്. അപ്പം ഞാൻ ചോദിച്ചു എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്ന് ചോദിച്ചു. അത് പടയപ്പ എന്നുള്ള ആ കുപ്പിയോട് കുടിച്ചാൽ പിന്നെ തമിഴ് സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ സ്റ്റൈലായിരിക്കും പിന്നെ ആളുണ്ടാവുക എന്നാണ് പറഞ്ഞു. ആനമയക്കി എന്ന് പറഞ്ഞാൽ എത്ര കരുത്തനാണെങ്കിലും കുറച്ച് കുടിച്ചാൽ, മണവാട്ടി പറഞ്ഞാൽ പണ്ടത്തെ മണവാട്ടി, ഇന്നത്തെ മണവാട്ടി അല്ലെങ്കിൽ കുടിച്ചാൽ പിന്നെ നാണായിരിക്കും എന്നാ. റോഡ് ബ്ലോക്ക് പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, വണ്ടി പോകാൻ പറ്റാത്ത കോലത്തിൽ സൈഡാകുന്ന ഇമ്മാതിരി. അള്ളാൻ്റെ റസൂല് പറയാണ്, ആഖിർ സമാനാകുമ്പോൾ മദ്യപിക്കുന്ന ഒരു ടീം എൻ്റെ ഉമ്മത്തിലുണ്ടാവും. പക്ഷെ അവർ കള്ളുടിക്കുക എന്ന് അവർ സമ്മതിക്കില്ല. ഇന്നനാസം മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ ഒരു ജനം രംഗത്ത് വരും. യശ്റബൂനൽ ഖംറ, അവർ പിശാചിന്റെ മൂത്രമായ കള്ള് കുടിക്കും അവർ. പക്ഷേ കുടിക്കുന്ന അവർ സമ്മതിക്കില്ല. വയുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ, മദ്യത്തിന്റെ പേര് മാറ്റിയിട്ട് അവർ പറയും അരിഷ്ടാണെന്ന് പറയും, അല്ലെങ്കിൽ പറയും ഓമിയോ മരുന്നാന്ന് പറയും, അല്ലെങ്കിൽ പറയും ചുമക്കുള്ള സിറപ്പാന്ന് പറയും. ഓമന പേരുകൾ ഇട്ടുകൊണ്ട് മദ്യപിക്കുന്ന ഒരു ടീം എന്റെ സമുദായത്തിൽ വരും. അവരെ അള്ളാഹു ഭൂമിയിൽ ആഴ്ത്തുന്നത് അവർ ശ്രദ്ധിച്ചു വെക്കണമെന്ന് താക്കീത് നൽകുക. ഭൂമിയിൽ ആഴ്ത്തുക എന്ന് പറഞ്ഞ ഒരു ഭൂകമ്പം ഉണ്ടായാൽ മതി, അള്ളാഹു കാക്കട്ടെ. ഭൂമിന്റെ അടിയിലായിരിക്കും നമ്മള്. ഇമ്മാതിരി ആളുകളെ കൊണ്ടാണ് ഭൂകമ്പം ഉണ്ടാകുന്നത്, ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുന്ന അവസ്ഥ. ഞാൻ നീട്ടല്ല മുഅ്മിനീങ്ങളെ, നമ്മൾ അന്തസ്സുള്ള സമുദായമാണ്, നമ്മൾ അഭിമാനമുള്ള ഉമ്മത്താണ്, നമ്മൾ സന്തോഷത്തോടെ വിജയികളായി നിലകൊള്ളേണ്ട ഉമ്മത്താണ്. ഖുർആന്റെ ഓഫറാണത്. നിങ്ങൾ ക്ഷീണിക്കേണ്ട ആൾക്കാരല്ല, നിങ്ങൾ തളരേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. എന്നും ജേതാക്കളും ഉന്നതരും നിങ്ങൾ തന്നെയാണ്. പക്ഷെ ഒറ്റ ഡിമാൻഡ്, ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ ഈമാനോടെ ജീവിക്കണം. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ പോരാ, മുസ്ലിം എന്ന് പറഞ്ഞാൽ പോരാ, ഈമാനോടെ നിങ്ങൾ ജീവിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ അഭിമാനം ചോദ്യം ചെയ്യാൻ ആരും വരൂല. ഇന്ത്യ രാജ്യത്തെ വർത്തമാനകാല സാഹചര്യം എന്താ? ചാനലുകൾ നമുക്ക് തുറക്കാൻ വയ്യ, പത്രമാധ്യമങ്ങൾ വായിക്കാൻ നമുക്ക് നമ്മളെ മനസ്സനുവദിക്കുന്നില്ല. എല്ലായിടത്തും രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള ചൂട് പിടിച്ച ചർച്ചയാണ്. ബാബരി മസ്ജിദ് എന്ന് പറയുന്ന പുണ്യഗേഹം തമസ്കരിക്കപ്പെട്ടു സമ്പൂർണമായി, അല്ലേ? രാമന്റെ പ്രതിഷ്ഠ വെക്കാൻ പോവാണ്, രാജ്യം അതിന് ഒരുങ്ങാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പൊതു അവധി പ്രഖ്യാപിക്കാൻ പോവാണ്, എല്ലാവർക്കും പൂജിക്കാൻ അവസരം. മലയാളത്തിന്റെ വാനമ്പാടിയായ ചിത്ര ചേച്ചി, അവർ ശാന്തയായ നല്ലൊരു സ്ത്രീയാണ്, ഒരു വർഗീയമായി ചിന്തിക്കുന്ന ആളൊന്നല്ല, അവരെ പോലും വിലക്കെടുത്തു. വാസ്തവത്തിൽ എന്തുകൊണ്ട് നമ്മുടെ അഭിമാനം നഷ്ടപ്പെടുന്നു ചിന്തിക്കണ്ടേ? രാമന് നമ്മൾ എതിരല്ല, ഒരു മുസ്ലിമും രാമനോട് എതിരാകണ്ട. വാൽമീകി മഹർഷി രാമായണത്തിലൂടെ പഠിപ്പിച്ചു തന്ന രാമൻ എന്ന് പറയുന്ന
ആ പുണ്യപുരുഷനെ എതിർക്കേണ്ട കാര്യം നമുക്ക് ഇല്ല. മാത്രമല്ല, രാമായണത്തിലൂടെ പഠിക്കുന്ന രാമനോട് മുസ്ലിങ്ങൾക്ക് ആദരവേ ഉള്ളൂ. കാരണം അദ്ദേഹം സ്നേഹമാണ് പഠിപ്പിച്ചത്, കാരുണ്യമാണ് പഠിപ്പിച്ചത്, സാഹോദര്യമാണ് പഠിപ്പിച്ചത്, സമത്വമാണ് പഠിപ്പിച്ചത്. ഇണപ്പക്ഷികളിലെ ഒരു പക്ഷിയെ വേട്ടയാടാൻ അമ്പും വില്ലും എടുത്തൊരുങ്ങിയ വേടനോട് മാനിഷാദ പറയാൻ വാൽമീകി മഹർഷിയെ പഠിപ്പിച്ച രാമൻ. അരുത് കാട്ടാള, ആ രണ്ട് പക്ഷികളിൽ ഒന്നിനെ നീ വകവരുത്തുന്നത് അരുത് എന്ന് പറഞ്ഞ ആ മാനിഷാദയുടെ സ്വരം, ശബ്ദം കേവലം ഒരു വേടനോട് മാത്രമുള്ള പ്രതിഷേധത്തിന്റെ സ്വരമല്ല. വേട്ടയാടപ്പെടുന്ന സമുദായങ്ങൾക്ക് വേണ്ടി, നീതി നിഷേധിക്കപ്പെടുന്ന ജനതയ്ക്ക് വേണ്ടി, മർദ്ദിത ജനകോടികളുടെ മോചനത്തിന് വേണ്ടിയുള്ള വിപ്ലവത്തിന്റെ സമര പ്രഖ്യാപനമാണ് മാനിഷാദ. അത് പഠിപ്പിച്ച ആളാണ് രാമൻ, അത് പറഞ്ഞെന്ന ആളാണ് വാൽമീകി മഹർഷി. ആ രാമനോട് നമുക്ക് വിരോധമില്ല. പക്ഷേ വോട്ട് തട്ടാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ രാമനെയാണ് ഇപ്പോൾ അയോധ്യയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ആ രാമന് നമ്മൾ എതിരാണ്. ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികളൊക്കെ എതിരാകും വേണം. മാന്യമായി സംവദിക്കുകയും എതിർപ്പ് പ്രകടിപ്പിക്കും വേണം. ആ ഭൂമി നഷ്ടപ്പെട്ടതിൽ സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ നമ്മുടെ സമുദായ നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും വിധിയെ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ അതിലുള്ള ദുഃഖവും വേദനയും അതിലുള്ള നിരാശയും തുറന്നു പറഞ്ഞതാണ്. അതൊന്നും ഒരു കാലത്തും മുസ്ലിമിൻ്റെ മനസ്സിൽ നിന്ന് മായുന്ന പ്രശ്നമില്ല, ഒഴിഞ്ഞു പോകുന്ന പ്രശ്നമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളമുള്ള വഴി എന്താ? ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾക്ക് എവിടെയും തല താഴ്ത്തേണ്ടി വരൂല. നിങ്ങൾ ഈ കള്ളുടിയും അത് പെണ്ണുപിടിയും തോന്നിയാസവും തമ്മിലടിയും ഗ്രൂപ്പീസവും വിഭാഗീയതയും നിങ്ങൾ ഈ കുടുംബം തെറ്റിക്കലും ഈ പണിയൊക്കെ നിർത്തുക. എന്നിട്ട് ഇൻ കുന്തും മുഅ്മിനീൻ, വിശുദ്ധ മുഅ്മിനീങ്ങളായി നിന്നാൽ നാണം കെടൂല. ഇത് അള്ളാൻ്റെ ഓഫറാണ്. അള്ളാഹ് പറഞ്ഞു കൊടുത്ത് നമ്മൾ ഉണ്ടെങ്കിൽ ആ ഓഫർ കിട്ടുള്ളൂ, ഇല്ലേ കിട്ടൂല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സമയം അതിക്രമിച്ചു പോയി. ഇതിൻ്റെ ബാക്കി ഭാഗം 2-ാമത്തെ ആയത്ത് ഇൻഷാ അള്ളാഹ് അടുത്ത ആഴ്ച നമുക്ക് സംസാരിക്കാം. വളരെ പരിമിതമായ